എല്ലാവർക്കും നമസ്കാരം. A4R സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് ഈ ചോദ്യങ്ങൾ. നമുക്കറിയാം, എവിടെ പോയാലും ചോദ്യശരങ്ങളാണ് നാം നേരിടേണ്ടത്, അവയ്ക്ക് ഉത്തരം നൽകേണ്ടത്. നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ക്ലാസ്സുകളും ചോദ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം ഒരു വ്യക്തിക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു പേര്, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യാവലികളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും നാം പഠിക്കുന്നു പുതിയൊരു തരം ചോദ്യശരം. ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പേ ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരൂ. ലോകത്തിലെ ഏതൊരു വ്യക്തിയും ആരാണ്, ബന്ധം എന്താണെന്ന് ചോദിക്കാനുള്ള ചോദ്യാവലികൾ നാം പഠിച്ചു കഴിഞ്ഞു. അതായത് അവൻ ആരാണ്, ഹു ഈസ് ഹി, അവർ ആരാണ്, ഹു ആർ ദേ, അല്ലേ? ചുരുക്കത്തിൽ ഞാൻ ആരാണ്, ഹു ആം ഐ എന്നുവരെ നാം പഠിച്ചു കഴിഞ്ഞു, ഒരു വ്യക്തികളെക്കുറിച്ചുള്ള. ഇനി അതൊരു വസ്തുവിനെക്കുറിച്ചായാലോ? ഒരു വസ്തു, ഇത് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ്, അങ്ങനെയുള്ള കുറേ ചോദ്യാശരങ്ങൾ, അത് എങ്ങനെയാണെന്ന് നാം പഠിച്ചിട്ടില്ല. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് എന്താണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, ഇത് ബി ഗ്രൂപ്പിലൂടെയാണ് പോകുന്നതെന്ന്. ആം, ഈസ്, ആർ, പ്രസന്റ് ടെൻസ്, വാസ്, വെയർ, പാസ്റ്റ് ടെൻസ്, ഷാൽ ബി, വിൽ ബി, ഫ്യൂച്ചർ ടെൻസ്. അറിയാമല്ലോ, ഏകവചനവും ബഹുവചനവും സിംഗുലറും പ്ലൂറലുമുണ്ട്. നമുക്കപ്പോൾ ഇത് ഏകവചനത്തിൽ എങ്ങനെയാന്ന് നോക്കാം. ഇത് എന്താണ്, ഇത് എന്താണ്, വാട്ട് ഈസ് ദിസ്. എങ്ങനെ? വാട്ട് ഈസ് ദിസ്. നമ്മളതിനെ ഷോർട്ട് ഫോമിൽ വാട്ട്സ് ദിസ് എന്ന് പറയും. ഇത് അടുത്തുള്ള, ഇനി ദൂരെയുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് എന്താണ്. ഇപ്പം ചോദിക്കൂലേ, അതെന്താണ്? അതൊരു കമ്പ്യൂട്ടറാണ്, പറയാറില്ലേ? അപ്പം അതെന്താണ്, വാട്ട്സ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളത് വാട്ട്സ് ദാറ്റ്. ഇനി നമ്മൾ ആ ഒരു വസ്തുവിനെ ചൂണ്ടിച്ചോദിക്കുക. അപ്പോൾ അടുത്ത വസ്തുവായാലും ദൂരെയുള്ള വസ്തുവായാലും ചൂണ്ടിച്ചോദിക്കുക, അത് എന്താണ്, അല്ലെങ്കിൽ ചോദിക്കുമല്ലോ. ചൂണ്ടിച്ചോദിക്കുമ്പോൾ വാട്ട്സ് ഇറ്റ്. അപ്പം എങ്ങനെ? ഇതെന്താണ്, വാട്ട്സ് ദിസ്. അതെന്താണ്, വാട്ട്സ് ദാറ്റ്. ചൂണ്ടിച്ചോദിക്കുമ്പോൾ വാട്ട്സ് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ പ്ലൂറൽ, ബഹുവചനം, ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വരുമ്പോൾ ഇവ എന്താണ്, വാട്ട് ആർ ദീസ്. അവ എന്താണ്, വാട്ട് ആർ ദോസ്. ഇനി അത് ചൂണ്ടിച്ചോദിച്ചാലോ, വാട്ട് ആർ ദേ. ക്ലിയർ ആയില്ലേ? അപ്പം ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏകവചനവും ബഹുവചനവും എന്താണ് പഠിച്ചു കഴിഞ്ഞു പ്രസന്റ് ടെൻസിൽ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഇത് എന്തായിരുന്നു, ഏകവചനമാണേ. ഇത് എന്തായിരുന്നു, വാട്ട് വാസ് ദിസ്. വാട്ട് വാസ് ദിസ്. ഇനി അത് എന്തായിരുന്നു, വാട്ട് വാസ് ദാറ്റ്. വാട്ട് വാസ് ദാറ്റ്. ഇനി അതിനെ ചൂണ്ടിച്ചോദിച്ചാലോ, വാട്ട് വാസ് ഇറ്റ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ നേരത്തെ പ്രസൻറ്റൻസ് പഠിച്ചല്ലോ, അത് തന്നെയാണ്. നമ്മുടെ ഈ ഈസ് മാറ്റി വാസ് ഇടുന്നു, ആറ് മാറ്റി അടുത്ത വേറിടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പം ഇത് എന്തായിരുന്നു, വാട്ട് വാസ് ദിസ്. അതെന്തായിരുന്നു, വാട്ട് വാസ് ദാറ്റ്. ചൂണ്ടിച്ചോദിച്ചാൽ വാട്ട് വാസ് ഇറ്റ്. ഇനി ഇതിൻ്റെ പ്ലൂറൽ, ബഹുവചനം, ഇവ എന്തായിരുന്നു, വാട്ട് വെയർ ദീസ്. കണ്ടോ, നേരത്തെ ഞാൻ ഇവ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ആർ ദീസ് പറഞ്ഞല്ലോ. ഇവിടെ ആറ് മാറ്റി വെയർ, വാട്ട് വെയർ ദീസ്, THESE. അവ എന്തായിരുന്നു, വാട്ട് വെയർ ദോസ്. വാട്ട് വെയർ ദോസ്. ചൂണ്ടിച്ചോദിച്ചാലോ, വാട്ട് വെയർ ദേ. വാട്ട് വെയർ ദേ.
അപ്പോൾ ഒരു വസ്തു എന്താണ് ചോദിച്ചറിയാനുള്ള പാസ്റ്റ് ടെൻസും ഇവിടെ കഴിഞ്ഞു. അടുത്ത വരുന്നു ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം. അതായത് ഉദാഹരണം പറയണം, എൻ്റെ അങ്കിള് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. അതെന്തായിരിക്കും ചോദിക്കാറില്ലേ? കുട്ടികളെ പറയും, എൻ്റെ അങ്കിൾ എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ? അതാണ് ഇത്. എന്താണെന്ന് അറിയില്ല, അറിയാൻ പോകുന്നേ ഉള്ളൂ. അതാണ്. അതിന് ഏകവചനം ഇങ്ങനെ പറയാം, ഇത് എന്തായിരിക്കും. വാട്ട് വിൽ ദിസ് ബി. അപ്പം ഇതിന് ഷാൽ ഉപയോഗിക്കില്ല, ഓൺലി വിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഐക്കും മീക്കും മാത്രമേ ഷാൽ വരൂ. ഓക്കെ, അപ്പം ഇത് എന്തായിരിക്കും. വാട്ട് വിൽ ദിസ് ബി. അത് എന്തായിരിക്കും. വാട്ട് വിൽ ദാറ്റ് ബി. വാട്ട് വിൽ ദാറ്റ് ബി. ഇനി അതിനെ ചൂണ്ടി ചോദിച്ചാലോ, വാട്ട് വിൽ ഇറ്റ് ബി. ക്ലിയർ ആയില്ലേ? ഇനി ബഹുവചനം. ഇവ എന്തായിരിക്കും. വാട്ട് വിൽ ദീസ് ബി. കണ്ടോ, ആ ദിസ് മാറ്റി ദീസ് ആക്കി കഴിഞ്ഞാൽ ബഹുവചനമായി കഴിഞ്ഞു. വാട്ട് വിൽ ദീസ് ബി. അവ എന്തായിരിക്കും. വാട്ട് വിൽ ദോസ് ബി. വാട്ട് വിൽ ദോസ് ബി. ഇനി ചൂണ്ടി ചോദിച്ചാലോ, വാട്ട് വിൽ ദേ ബി. കണ്ടോ, അപ്പോൾ ഒരു വസ്തുവിൻ്റെ പേര് അതെന്താണെന്ന് ചോദിച്ചറിയാനുള്ള പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അത് ഏകവചനത്തിലും ബഹുവചനത്തിലും അല്ലേ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിലുള്ള ഏതൊരു വസ്തുവും എന്താണ്, എന്തായിരുന്നു, എന്തായിരിക്കും എന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചോദിച്ചറിയാൻ കഴിയും. നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ട് ശ്രദ്ധിച്ച് മനസ്സിലേക്ക് ആവാഹിച്ചാൽ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതിനെ തുടരെ കേൾക്കുക, കേട്ട് പഠിക്കുക. ഞാൻ എന്നും പറയുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ പേജിൽ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവ കേട്ടെന്ന് മനസ്സിൽ നിന്ന് ഉറപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അടിപൊളി ഒരു ചോദ്യശരവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.